വെൺമണി കുന്തലയില് ഒരു കോഴിക്കോടിനകത്ത് പെരുമ്പാമ്പ് ഇരിപ്പുണ്ട് കേട്ടോ. അതാണ് സാം ചേട്ടൻ്റെ കൂടെയാണ്. കേട്ടോ സമാധാനത്തോടെ നീരുന്നു. കൊട്ടയോടെ അങ്ങെടുക്കാം. നമുക്ക് ഇച്ചിരി സൗകര്യം. ഓ മുട്ടയൊക്കെ ഏറ്റൊരു കോഴിയൊക്കെ താങ്ങിയല്ലോ. കോഴിയുണ്ട് മുറിക്കുന്നല്ല. അതെ കക്കിക്കളയും. ഇല്ല അതാ കക്കുക വേണ്ടേ. കക്കി കളയുന്നില്ലല്ലോ. ഇവിടെ ഒരു നെറ്റ് അടിക്കണം കേട്ടോ. ഇവിടെ ഒരു നെറ്റ് അടിക്കണം. ഇവിടുന്ന് നെറ്റ് അടിക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങോട്ട് വെച്ചാൽ മതി. ഇതിലൂടെ കുട്ടിച്ച് അല്ല ഇങ്ങനെ വെച്ചാലും ചിലപ്പോൾ ഇത് കയറും. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒത്തടി പിടിക്കാൻ നോക്കാം, വളയാൻ നോക്കത്തില്ല. അതൊക്കെ കിട്ടും. അതാ ഇവിടെ ഒരു കമ്പ് കണ്ടു വെച്ചിട്ടില്ലായിരുന്നു. അല്ല അങ്ങനെ കെട്ടി വെച്ചാലും അതവിടെ നിൽക്കത്തില്ല. അതെ അന്നേരം ഷീറ്റ് പോകും. അതിങ്ങനെ ഇരിക്കുമ്പോ ഈ സൈഡിൽ കൂടെ കേറാം. മറ്റേ കണ്ടയില്ലേ 3 കോഴി ചത്ത് കിടപ്പുണ്ട്. കണ്ടിട്ടേ ഇല്ല കോഴിയെ. എത്ര കോഴി ഉണ്ടായിരുന്നു ടോട്ടൽ? എത്ര കോഴി ഉണ്ടായിരുന്നു? അല്ല ഇപ്പൊ ഈ 4 കണ്ടിട്ടേ ഇല്ല. 18 കോഴി ഇപ്പം 10 കോഴിയേ ഉള്ളൂ. 8 കോഴി 4 കോഴി വിഴുങ്ങിയിട്ടുണ്ട്. 4 ഇവിടെ ചത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ 3 കിടപ്പുണ്ട്. ഇതിനകത്ത് കിടപ്പുണ്ടോ? ഒരെണ്ണം അതിന്റെ വയറ്റിലുണ്ട്. 11 ഉണ്ടല്ലേ? 11 കോഴിയുണ്ട്. 3 ഒരെണ്ണം അകത്ത് കിടപ്പുണ്ട്. 4 കോഴിയെ കൊന്നിട്ട്. ഇത് കൂടുതലും ജീവികളൊക്കെയാ. പൂച്ച, പട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വിടത്തില്ല കടിച്ചു കഴിഞ്ഞാൽ. കടിച്ചു പിടിച്ചങ്ങ് വെച്ചേക്കും.
എന്നിട്ട് ഇങ്ങനെ ദേഹത്തങ്ങ് ചുറ്റും കടിച്ച് പെട്ടെന്ന് വിടത്തില്ല. നമുക്ക് ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കാനും പറ്റത്തില്ല. ഇതിന്റെ പല്ലെല്ലാം ഇങ്ങനെ താഴോട്ട് ഒരു 10-300 പല്ലിനടുത്തുണ്ട്. ആ ഇത് പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ ജീവികളെയൊക്കെയാണ് കൂടുതലും പിടിക്കുന്നത്, മരപ്പട്ടി ഇങ്ങനെയൊക്കെയല്ല. അപ്പൊ അത്രയും സ്ട്രോങ് ആ അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് അത് പിടിക്കുന്നത്. നമുക്ക് വലിച്ചു പറിച്ചെടുക്കാൻ പറ്റത്തില്ല. 10-300 പല്ലിനടുത്തുണ്ട്. ആ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് തന്നെത്താനെ വിടണം, എന്നാലേ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ വലിച്ചെടുക്കാൻ. പിന്നെ നമ്മുടെ വെയിനൊക്കെ കട്ടായി പോകാൻ സാധ്യത.